അഭിമുഖ വിവാദത്തിൽ ആടിയുലഞ്ഞ CPIM. മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ചോദ്യം ചെയ്തത് MV ജയരാജനാണ്. കെ ചന്ദ്രൻപിള്ളയും പിണറായിക്ക് നേരെ ചോദ്യമുയർത്തി. അതേസമയം PR ഏജൻസിയെ സംരക്ഷിക്കാൻ തന്നെയാണ് പാർട്ടി നീക്കം. ഹരിപ്പാട് മുൻ MLA ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യത്തിന്റെ ഇടപെടൽ ദുരുദ്ദേശപരമല്ല എന്ന് ന്യായീകരിക്കും. ഗൂഢാലോചന ആരോപിച്ചാൽ കേസെടുക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചതോടെ വിവാദം അവസാനിച്ചെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ഹിന്ദു പത്രത്തിലാണ് താങ്കൾ ഈ പറയുന്നതിന് അടിസ്ഥാനമായ ഒരു പരാമർശം വന്നെന്ന് പറയുന്നത്. ആ പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പത്രക്കാരെ വിളിച്ചിട്ട് സംസാരിച്ചു. CPMന്റെ നിലപാടും ഈ കാര്യത്തിൽ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പരാമർശം നടത്താത്ത ഒരു വിഷയം വന്നത് അതിന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു പത്രം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമുണ്ട്. അത് ദയവ് ചെയ്തിട്ട് എനിക്കിതിൽ കൂടുതൽ വിഷയങ്ങളൊന്നും പറയാനില്ല. അതെല്ലാം അവസാനിച്ച് കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണ്ടേ? എന്തിനാണ് ഇതാണ് ഏറ്റവും വലിയ വിഷയം എന്നുള്ള നിലയിൽ ഇങ്ങനെ കത്തിക്കാളി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? അവിടെയല്ലേ ഒരു ദുരൂഹതയുള്ളത്? അവിടെയല്ലേ ശരിയല്ലാത്തൊരു സമീപനമുള്ളത്? ശ്രീജിത്ത് വിശദമായ വിവരങ്ങളുമായി. ശ്രീജിത്ത്, തങ്ങൾ വിചാരിക്കുന്നിടത്ത് വിവാദം അവസാനിപ്പിക്കണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു, പുറത്തേക്ക് അങ്ങനെ പ്രതികരിക്കുന്നു. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നത് എന്നതിൻ്റെ വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ തന്നെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് പോയോ ചർച്ചകൾ? എന്താണ് നമുക്ക് അറിയാനാകുന്നത്? ഇന്നലെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ PR ഏജൻസി വിവാദം അടക്കമുള്ള വിഷയങ്ങളെപ്പറ്റിയുള്ള പൊതു രാഷ്ട്രീയ സ്ഥിതി സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിന് ശേഷമാണ് 3 പ്രധാനപ്പെട്ട നേതാക്കൾ ഈ PR ഏജൻസി വിവാദവുമായി ബന്ധപ്പെട്ട ചില കാതലായ സംശയങ്ങൾ ഉന്നയിച്ചത്. ഒന്ന്, ഹിന്ദുവിൻ്റെ വിസ്തീർണം വന്നതോടെ അതുണ്ടാക്കിയ ക്ഷീണം കൂടുകയല്ലേ ചെയ്തത് എന്നാണ് ഒന്നാമതായി ഉയർന്ന ചോദ്യം. മറ്റൊന്ന്, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വന്ന തെറ്റായ പരാമർശത്തിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന ചോദ്യവും ഉയർന്നു. ഒപ്പം തന്നെ ഈ PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞാൽ വിവാദമുണ്ടാക്കിയ ക്ഷീണം ഇല്ലാതാകുമോ എന്ന ചോദ്യം ഉയർന്നു. അങ്ങനെ എന്തു കാര്യങ്ങളെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ന്യായീകരണങ്ങൾ യുക്തിഭദ്രമാണോ എന്ന ചോദ്യമാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നത്. ആ ചോദ്യം ഉന്നയിച്ചതാകട്ടെ CPIMന്റെ കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവും ജില്ലാ സെക്രട്ടറിയുമായ MV ജയരാജനാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു നേതാവ് K ചന്ദ്രൻപിള്ളയാണ്. മൂന്നാമതായി ഒരു നേതാവ് കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും 3 പ്രധാനപ്പെട്ട നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ MV ജയരാജനും K ചന്ദ്രൻപിള്ളയുമാണ്. ഇതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് എന്ത് തരത്തിലുള്ള ന്യായീകരണമാണോ CPM നേതൃത്വം നടത്താൻ ആഗ്രഹിക്കുന്നത് ആ ന്യായവാദങ്ങളുടെ യുക്തിഭദ്രതയെ തന്നെ ചോദ്യം ചെയ്യുന്ന സമീപനം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ പൊതുസമൂഹത്തിൽ ഇത് എന്തുമാത്രം ആശങ്കകളും സംശയങ്ങൾക്ക് വിട നൽകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ നടപടിയിലേക്കോ പ്രതികരണങ്ങൾക്കോ പോകാതെ വിവാദം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന ഒരു താല്പര്യത്തിലാണ് CPM നേതൃത്വമുള്ളത്. ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് ഈ സുബ്രഹ്മണ്യനാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ അഭിമുഖം നടത്തിയ ലേഖിക്ക് പിന്നീട് കൂട്ടിച്ചേർക്കാനായി നൽകിയത് എന്ന കാര്യം അറിയാമെങ്കിലും സുബ്രഹ്മണ്യനെ സംരക്ഷിക്കുന്ന ഒരു സമീപനമായിരിക്കും CPM സർക്കാരും സ്വീകരിക്കുക. സുബ്രഹ്മണ്യൻ്റെ ആ ഇടപെടൽ ദുരുദ്ദേശപരമല്ല എന്ന് വിലയിരുത്തുന്നു. അത് പാർട്ടി കുടുംബത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട്, പാർട്ടി നേതാവിൻ്റെ ആളായതുകൊണ്ട് പൂർണ്ണമായി സുബ്രഹ്മണ്യന് സംരക്ഷണം ഒരുക്കുകയാണ് ചെയ്യുന്നത്. എന്നുള്ളതാണല്ലോ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്ത എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ തയ്യാറാക്കപ്പെട്ട കുറിപ്പ്, അവിടെ നിന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊടുത്ത കുറിപ്പ്, അത് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്തിക്കുക, അത് വിവിധ അഭിമുഖങ്ങളിൽ ചേർക്കുക എന്ന ദൗത്യമായിരുന്നു ഈ സുബ്രഹ്മണ്യൻ എന്ന പാർട്ടി ബന്ധുവിന് എന്നുള്ള വിവരങ്ങളാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലപ്പുറം മുന്നോട്ട് പോകരുത്, ഇതിന്മേലുള്ള അന്വേഷണം എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. സ്മൃതി, സുബ്രഹ്മണ്യന് പ്രത്യേകിച്ചും ഒരു റിലയൻസിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സുബ്രഹ്മണ്യന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ചും പോലീസിൽ നിന്നുള്ള അടക്കമുള്ള കേസിൻ്റെ വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിയില്ല. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിവോ സമ്മതവും ഇല്ലാതെ അത്തരമൊരു വിവരം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുകയുമില്ല. അപ്പോൾ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിർണായകമായൊരു റോളുണ്ടെന്ന കാര്യം അവിതർക്കിതമായ കാര്യമാണ്, സംശയാതീതമായ കാര്യമാണ്. എന്നാൽ ഇതിന്മേൽ തുടർ പ്രതികരണങ്ങളോ മറ്റ് നടപടികളിലോ നീങ്ങിയാൽ വിവാദം ആളിക്കത്ത്
നടത്തുകയായിരിക്കും ചെയ്യുക. മാത്രമല്ല, വിസ്തീകരണ കുറിപ്പിറക്കിയ ഹിന്ദുവിനെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചു, അത്രയും ആശ്വാസകരം എന്ന സമീപനമാണ് CPM നേതൃത്വം പുലർത്തുന്നത്. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യനെതിരെയോ അല്ലെങ്കിൽ മറ്റ് PR ഏജൻസിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടോ കൂടുതൽ പ്രതികരണങ്ങളോ നടപടിക്കോ പോകാൻ CPM തയ്യാറാകാത്തത്.